പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ 2-3 ദിവസമായി കാഫിർ വിവാദം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. ഒരു കോടതി പരാമർശം എടുത്തുകൊണ്ട് ചില മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതാക്കളും ഇതിനെ CPMൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമവും നടത്തി വരികയാണ്. ഏറ്റവും രസകരമായ കാര്യം, ഇതിൽ CPMനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് KM ഷാജിന. അയാൾ പറയാണ്, മതം കൊണ്ട് മനുഷ്യരെ വേർതിരിക്കാനും മത സംഘർഷമുണ്ടാക്കാനും CPM കരുതിക്കൂട്ടി ചെയ്തതാണ് കാഫിർ പ്രയോഗം. ഇദ്ദേഹത്തെ അറിയാലോ. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി മതമുദ്രാവാക്യം ഉയർത്തി മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കോടതി ഇടപെട്ട് അർദ്ധ MLA ആക്കിയ മഹാനാണ് KM ഷാജി. അഴീക്കോട് MLA KM ഷാജിയുടെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി അസാധുവാക്കി. തിരഞ്ഞെടുപ്പ് വിജയത്തിനായി ഷാജി വർഗീയ പ്രചാരണം നടത്തിയെന്ന എതിർ സ്ഥാനാർത്ഥി MV നികേഷ് കുമാറിന്റെ ഹർജിയിലാണ് ജസ്റ്റിസ് PD രാജന്റെ ഉത്തരവ്. മറ്റൊന്ന് മീഡിയ വൺ, അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ, മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന വർഗീയവാദികളുടെ ചാനൽ എന്ന് ഒന്നുകൂടി കൃത്യമായി പറയാം. ഇവർ രണ്ടുപേരുമാണ്, ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് കാര്യമായി ഈ കാഫിർ വിവാദത്തിന് CPMനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുന്നത്. കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് പറഞ്ഞു പോവാണ്. ഇവർ ഉന്നയിച്ച ആരോപണം എന്താണ്? തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ CPM ശ്രമിച്ചു. അതിൻ്റെ ബാക്കി പത്രമാണ് കാഫർ എന്നാണ് അവർ പറയുന്നത്. നമുക്കറിയാം, വടകരയിൽ ശൈലജ ടീച്ചർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നപ്പോൾ തന്നെ എതിർവിഭാഗത്തിനിടയിൽ ശൈലജ ടീച്ചറിൻ്റെ ജനകീയതയെക്കുറിച്ചുള്ള വലിയ വേവലാതി ഉണ്ടായി. അതിൻ്റെ പേരിലാണ് അവിടെ സ്ഥാനാർത്ഥി മാറ്റവും തുടർന്ന് നടന്നിട്ടുള്ള മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ ഷാഫി ജയിച്ചുപോയി. ഷാഫി മാത്രമല്ല, കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു കാറ്റാണ് ഉണ്ടായത്. അതിൽ LDFന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത്. അതുകൊണ്ട് അതുപോലെ തന്നെ വടകരയിൽ ഷാഫിയും ജയിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായി ഈ മതധ്രുവീകരണ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ആരാണ്? ടീച്ചർക്കെതിരെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായി. ഇവിടെ മറ്റു പലരും ആക്ഷേപിച്ച അല്ലെങ്കിൽ പറഞ്ഞു പരത്തിയ ലൈംഗിക വീഡിയോ അല്ല, ഇല്ലാത്തൊരു വീഡിയോയെക്കുറിച്ച്, ടീച്ചറെ അപമാനിച്ചതിനെക്കുറിച്ചും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. നമ്മുടെ വിഷയം മറ്റൊന്നായതുകൊണ്ട്. എന്തായിരുന്നു ആ വീഡിയോ? ടീച്ചർ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അറബ് നാട്ടിലെ കുറിച്ചുള്ളൊരു സംസാരം ഉണ്ടായി. 6-ാം നൂറ്റാണ്ടിൽ അറബ് നാട്ടിലെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നു. അവർ പറഞ്ഞു, സ്ത്രീകൾ ചെകുത്താൻ്റെ സൃഷ്ടിയാണ്, അതുകൊണ്ട് പുരുഷന്മാരുടെ അടിമകളായി ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ കടമ. പ്രവാചകൻ പറഞ്ഞു. ആ വാചകത്തിലാണ് ആ വീഡിയോ അവസാനിക്കുന്നത്. ഈ വീഡിയോ മാതൃഭൂമിയുടെ ഒരു പേരിലാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. മാതൃഭൂമിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ വീഡിയോ ഇറക്കിയിട്ടുള്ളത്. ആ വീഡിയോ വ്യാജ വീഡിയോ ആണ് എന്നും ചില ഭാഗം മാത്രം എടുത്ത് ശൈലജ ടീച്ചർക്കെതിരെ അപവാദ പ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞ് ആദ്യം പരാതിപ്പെട്ടത് മാതൃഭൂമി ചാനലാണ്, CPM അല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം, മാതൃഭൂമി ചാനലാണ്, CPM അല്ല. പക്ഷേ അതിൻ്റെ ഒറിജിനൽ വീഡിയോ പുറത്തു വന്നു. ഒറിജിനൽ വീഡിയോ പുറത്തു വന്നു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇറക്കിയിട്ടുള്ളത് UDFകാരാണ്. ഈ വീഡിയോ പോലീസ് അന്വേഷിച്ചു, പ്രതികളെ പിടികൂടി. ലീഗുകാരനായ ഒരാളെയാണ് പ്രതിയായി പിടിച്ചിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയില്ലല്ലോ, ആ കേസ് നിലവിലുണ്ടല്ലോ. എന്തായിരുന്നു സത്യം? ആ വീഡിയോയുടെ പൂർണ്ണ രൂപം പുറത്തേക്ക് വന്നു. എന്താണ് പൂർണ്ണ രൂപം? മുഹമ്മദ് നബിയുടെ കാലത്ത് പണ്ഡിതന്മാരിരുന്ന് ചർച്ച ചെയ്യുമായിരുന്നത്രേ, ഈ സ്ത്രീ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല, അത് ചെകുത്താൻ്റെ അംശമാണുള്ളത്, ദൈവത്തിൽ നിന്ന് അംശമില്ല. പുരുഷന്മാരാണ് ദൈവത്തിൻ്റെ അംശത്തിൽ പിറന്നവർ. പുരുഷന്മാരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് മാത്രമേ സ്ത്രീ ജന്മത്തിന് ചിന്തിക്കേണ്ടതുള്ളൂ. കഴിയുന്നത്ര പുരുഷന്മാരെ സന്തോഷിപ്പിച്ച് അവരുടെ അടിമയായിട്ട് നിൽക്കുക. പിന്നെ ചിലർ ചർച്ച ചെയ്ത് പറഞ്ഞു, പുരുഷന്മാർക്ക് ശരീരത്തിൽ ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. കുറേശ്ശെ കീറാനും മുറിക്കാനും അവയവത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്ന കാലഘട്ടമാണ്. പൂർണ്ണമായിട്ടും ഡിസക്ഷൻ ഒന്നും നടന്നിട്ടില്ല. ഈ ശരീരത്തിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പൂർണ്ണധാരണയൊന്നും ആയി കഴിഞ്ഞിട്ടില്ല. പിന്നീടാണ് അതെല്ലാം പഠിച്ചു വന്നിട്ടുള്ളത്, കീറി മുറിച്ച് പരിശോധനയൊക്കെ. പക്ഷെ എന്നിട്ടും പറഞ്ഞു, സ്ത്രീക്ക് അങ്ങനെ ഒരു അവയവം ഇല്ല, പുരുഷന്മാർക്കതുണ്ട്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ്. ഈ മേലെ പറഞ്ഞ കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞതായി സൂചിപ്പിച്ചപ്പോൾ പല പണ്ഡിതന്മാരും
ശൈലജ ടീച്ചർക്കെതിരെ വിമർശനം ഉയർത്തി. എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ പറയാൻ നടക്കുന്നത്? ഞാൻ പോലും വിചാരിച്ചു എന്തേ ടീച്ചർ ഇപ്പോൾ ഇങ്ങനെ പറയാൻ. പക്ഷേ അടുത്ത വാചകം കേൾക്കണം. ഇതിൻ്റെ പൂർണ്ണ വീഡിയോ വന്നപ്പോൾ എന്താ വന്നത്? മേൽപ്പടി വാചകങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നത് പ്രവാചകൻ പറഞ്ഞു സ്ത്രീകൾ പുരുഷന്മാരെ പോലെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അതുകൊണ്ട് സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തു മാത്രമായിട്ട് സങ്കല്പിക്കുകയാണ്. അപ്പോഴും മുഹമ്മദ് നബി പറഞ്ഞത് എന്താ? അന്നത്തെ കാലത്ത് 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി പറഞ്ഞു അങ്ങനെ പറയരുത്. ഈ ഭൂമിയിൽ ധർമ്മിഷ്ഠമായ ജീവിതം നയിക്കുന്ന സ്ത്രീക്കും പുരുഷനും അല്ലാഹു തുല്യമായ പ്രതിഫലം കരുതി വെച്ചിട്ടുണ്ട്. ആ കാലത്തെ പണ്ഡിതന്മാരോട് ഇത് പറയാൻ ധൈര്യം കാണിച്ച ആളാണ് പ്രവാചകൻ മുഹമ്മദ് നബി. മാത്രമല്ല യുദ്ധഭൂമിയിലടക്കം സ്ത്രീകൾക്ക് പങ്കെടുക്കാം എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്റെ സ്ത്രീ കാഴ്ചപ്പാടിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞ ശൈലജ ടീച്ചറുടെ പ്രസംഗമാണ് വളച്ചൊടിച്ച് ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ലീഗ് ശ്രമിച്ചത്. ഇത് മതപരമായ വേർതിരിവുണ്ടാക്കാനും വർഗീയത പ്രചരിപ്പിക്കാനുമല്ലേ ലീഗ് ചെയ്തിട്ടുള്ളത്? നിഷേധിക്കാൻ പറ്റുമോ? നിഷ്പക്ഷ ബുദ്ധി ആളുകൾ ഇതൊന്ന് കേട്ടിട്ട് 2 വീഡിയോ കേട്ടിട്ട് ഒന്ന് ഉത്തരം പറ. അങ്ങനെ ലീഗ് പറയാൻ പാടുണ്ടോ? KM ഷാജി ചോദിക്കട്ടെ. തൻ്റെ പാർട്ടിക്കാരും തൻ്റെ മുന്നണിക്കാരും സുധാകരനോട് അടക്കം ചോദിക്കുകയാണ്. നിങ്ങളുടെ മുന്നണിക്കാരല്ലേ ഇത് പ്രചരണം ഇറക്കിയത്? അത് വർഗീയ ചേരിത ഉണ്ടാക്കിയല്ലേ? ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞല്ലേ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയിരുന്ന പണ്ഡിതന്മാരടക്കം ടീച്ചറോട് മാപ്പ് പറഞ്ഞല്ലോ, ഇല്ലേ? രണ്ടാമത്തേത് വന്നത് എന്താണ്? ടീച്ചർ ഒരു അഭിമുഖത്തിൽ പറയുകയാണ് മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണ്. ഈ ഭാഗം മാത്രം എടുത്തിട്ട് കൊടുത്തു. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറഞ്ഞു. ഇത് പിടിക്കപ്പെട്ടു. പോലീസ് അന്വേഷിച്ചു. കേസിലെ പ്രതിയാരാണ്? ലീഗാണ്. എന്തിനാ ഇത് പ്രചരിപ്പിച്ചത്? ശൈലജ ടീച്ചർ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണ്. മതപരമായ ചേരിതിരിവുണ്ടാക്കാൻ അവിടെ ശ്രമിച്ചത് ടീച്ചർ ഹിന്ദുവാണ്, മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ലീഗാണ്. ഇത് ഈ നാട്ടിലാരും ചർച്ച ചെയ്യുന്നില്ല. അതാ വലിയ സങ്കടകരമായ കാര്യം. പിറ്റേ ദിവസം അത് തിരുത്തി പരാതി കൊടുത്തു. ആര്? റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ. പിടികൂടിയത് മുസ്ലിം ലീഗുകാരനെ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ എന്താ പറഞ്ഞത്? അദ്ദേഹം വീഡിയോ ഫുള്ളായി കാണിച്ചു. എന്താ പറഞ്ഞിട്ടുള്ളത്? വടകരയിലെ LDF സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അഭിമുഖത്തിലെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ചില കേന്ദ്രങ്ങൾ തെറ്റായ രീതിയിൽ പ്രചരണം നടത്തിയതും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെന്താണ് പ്രചരിപ്പിച്ചത് എന്ന് നമുക്ക് ആദ്യം കാണാം. മുസ്ലിമിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരാർക്കെങ്കിലും എതിരൊന്നുമല്ല. എല്ലാറ്റിനകത്തും കുറച്ച് വർഗീയവാദികളൊക്കെ ഉണ്ട്. എന്നാൽ മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാണ്. മുസ്ലിം ജനവിഭാഗം ആകെ വർഗീയവാദികളാ എന്ന ചോദ്യചിഹ്നത്തെ മുസ്ലിം ജനവിഭാഗം വർഗീയവാദികളാണ് എന്ന് KK ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് വരുത്തി വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു ഒരു കൂട്ടർ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല എന്ന് ടീച്ചർ വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു കാര്യത്തെ വളച്ചൊടിച്ച് മുസ്ലിങ്ങൾക്കെതിരെ ടീച്ചർ പറഞ്ഞു. നിങ്ങൾ ജാതിയും മതവും വേർതിരിക്കാനല്ലേ ലീഗ് കോൺഗ്രസ് നിങ്ങൾ ശ്രമിച്ചത്? ആ കേസിലും പിടികൂടിയ ലീഗുകാരനല്ലേ? കഴിഞ്ഞില്ല. മൂന്നാമത്തെ വിഷയം എന്താണ്? ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിം AP അബൂബക്കർ ഉസ്താദിൻ്റെ ലെറ്റർ പേഡ് വ്യാജമായി സൃഷ്ടിച്ച് അതിൽ എഴുതിയത് എന്താണ്? ഇത് ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണ്. എന്താ ഉദ്ദേശം? പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരാണ് കാന്തപുരം വിഭാഗത്തിലുള്ള സുന്നികൾ. പക്ഷേ അതിൽ കോൺഗ്രസ്സുകാരുണ്ട്. മുസ്ലിം ലീഗിൻ്റെ എതിരുള്ള ആളുകളാണ് കൂടുതൽ ആ വിഭാഗത്തിലുള്ളത്. മലപ്പുറം ജില്ലയിലൊക്കെ കോൺഗ്രസിലെ മഹാഭൂരിപക്ഷം ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ വോട്ടൊക്കെ ഇടതുപക്ഷത്തിനാണ് കാലത്തും കിട്ടുക എന്ന വിശ്വാസമൊന്നും ഇടതുപക്ഷത്തിനില്ല. പക്ഷെ അതിലെ കുറേ ആളുകൾ ഇടതുപക്ഷത്തിന് വേണ്ടി കൂടി ചിന്തിക്കുന്നവരാണ്. അവർ സുന്നികൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിൽ കൊല്ലപ്പെട്ടവരിൽ പാർട്ടി പ്രവർത്തകരടക്കമുണ്ട്, പാർട്ടിയുടെ രക്തസാക്ഷികളടക്കമുണ്ട്. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ പൊതുവെ ഇടതുപക്ഷത്തിനാണ് എന്ന ധാരണയിൽ വടകരയിൽ അതുപോലും കിട്ടാൻ പാടില്ല. കാന്തപുരം ഉസ്താദ് അടക്കം പറഞ്ഞിരിക്കുന്നു ഇത് ടീച്ചർ അമ്മയല്ല, ഇത് ബോംബമ്മയാണ്. എന്തിനാണ് ഈ പ്രചരിപ്പിച്ചത്? ഇതിന് എതിരിൽ പരാതി കൊടുത്തതാരാണ്? മർക്കസ്. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന്റെ സ്ഥാപനം പരാതി കൊടുത്തു. പോലീസ് അന്വേഷിച്ചു, പിടികൂടി. ആരാ പ്രതി? ലീഗ്. എന്തിനാ ഇത് ചെയ്തത്? ശൈലജ ടീച്ചർ ജന്മം കൊണ്ട് ഹിന്ദു, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരി. ആ ശൈലജ ടീച്ചർ മുസ്ലിങ്ങൾക്കെതിരാണെന്ന് മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നിരുന്ന കാന്തപുരം ഉസ്താദ് പോലും പറഞ്ഞിരിക്കുന്നു എന്ന് വരുത്താൻ ഈ കേരളം ചർച്ച ചെയ്തോ? ആരെങ്കിലും ഇതിന്റെ വർഗീയതയെക്കുറിച്ച് സംസാരിച്ചോ? ഇല്ല. എന്നാൽ ഇത് മൂന്നും കഴിഞ്ഞ് പ്രതികളൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് വന്ന ഒരു പ്രയോഗമാണ് കാഫിർ പ്രയോഗം. എന്താണ് കാഫിർ പ്രയോഗം? അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല,
ഈ 3 കാര്യങ്ങൾ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചകനെ കുറിച്ച് മോശമായി പറഞ്ഞത്, മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണെന്ന് പറഞ്ഞത്, ഇത് ബോംബമ്മയല്ല ടീച്ചറമ്മയല്ല ബോംബമ്മയാണെന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞത്, 3ഉം പ്രചരിപ്പിച്ചത് UDF-ഉം ലീഗും പിടികൂടപ്പെട്ടത് UDF-കാരെയും ലീഗുകാരെയും. എന്താ ഉദ്ദേശം? വർഗീയ ചേരിതിരിവുണ്ടാക്കണം എന്ന് തന്നെയല്ലേ? എന്താ സംശയമുള്ളത്? ടീച്ചർ പിന്നെ കാഫിറാണ്. കാഫിർ എന്ന വാചകത്തിന്റെ യഥാർത്ഥ അർത്ഥം സത്യം അറിഞ്ഞിട്ടും വിശ്വസിക്കാത്തവർ എന്നാണ്. ഈ കാഫിർ പ്രയോഗം ഒരുപാട് ഈ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. അങ്ങനെ ചിന്തിച്ചാൽ പോലും കാഫിറാകും. ചില വാക്കുകൾ കൊണ്ട് കാഫിറാവാം, മുർത്തദാവാം. ഇപ്പൊ സൂര്യൻ ഉദിച്ചാൽ ഞാൻ കാഫിറാകും എന്നൊരാൾ പറഞ്ഞാൽ ആ നിമിഷം അവൻ കാഫിറാണ്, കാഫിറാണ്, കാഫിറാണ്. മലപ്പുറം ജില്ലയിലെ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിച്ചിരുന്ന PK സൈനബയെ കുറിച്ച് ലീഗ് പരസ്യമായി പറഞ്ഞത് തലയിൽ തട്ടമിടാത്ത കാഫിരി ചിപ്പണ്ണാണെന്നാണ്. അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്? മലപ്പുറം ജില്ലയിൽ ഈ വിളി കേൾക്കാത്ത പിന്നെ മുസ്ലിങ്ങളായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. മുസ്ലിം സഖാക്കൾ ഈ വിളി കേൾക്കാത്തവർ വളരെ അപൂർവമായിരിക്കും. മലപ്പുറം ജില്ലയിൽ കാഫർ എന്ന വിളി പഴയ കാലത്ത് ജന്മിത്തത്തിനെതിരെ ശബ്ദിച്ച കർഷക തൊഴിലാളികൾ അടക്കമുള്ള ആളുകൾ ആ മുതലാളിക്കെതിരെ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ ശബ്ദിച്ചാൽ, അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായാൽ നീ കാഫിറാണ് എന്ന് ഫത്വ ഇറക്കിച്ച ആളുകൾ, മുസ്ലിം ലീഗിന്റെ ആളുകൾ മലപ്പുറം ജില്ലയിലുണ്ട്. അതുകൊണ്ട് ആ KT മുഹമ്മദിനൊക്കെ കാഫിർ എന്ന നാടകം വരെ ഉണ്ടാക്കേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കാര്യം ഇതാണ്. ടീച്ചർ മതവിരുദ്ധയാണ്, മതത്തിനെതിരാണ്, കാഫിർ ചിപ്പണ്ണ്, PK സൈനബ തലയിൽ തട്ടമിടാത്ത കാഫിർ ചിപ്പണ്ണാണ് എന്ന് പറഞ്ഞതുപോലെ ടീച്ചറെ കാഫിർ എന്ന് വിളിക്കുന്നതിന് വേണ്ടിയാണ് ഈ 3 സംഭവങ്ങൾ ഉണ്ടായത്. ആ 3ന്റെയും കൺക്ലൂഡിംഗ് ആയിട്ടാണ് കാഫിർ എന്ന പ്രയോഗം വന്നത്. ടീച്ചർ കാഫിറാണ്, ഷാഫി ദീനിയാണ് എന്ന വിവാദപരമായ ഇത് വന്നത്. അത് ഒരു മുസ്ലിം ലീഗുകാരന്റെ പേരിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ അദ്ദേഹം അത് നിഷേധിച്ചു, അത് ഫേക്ക് ID ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പ്രചരിപ്പിച്ചത് ഇടതുപക്ഷ പ്രൊഫൈലുകളാണ് എന്നാണ് പറയുന്നത്. മറ്റ് 3 ആരോപണങ്ങളും പ്രതികൾ പിടിക്കപ്പെട്ട 3 കേസിലെയും സാധനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നെ പോസ്റ്ററിങ്ങിൽ വന്നിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനടക്കം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ഈ വർഗീയ നിലപാടാണ് പിന്നെ വടകരയിൽ UDF-നുള്ളത് എന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ അവരെടുത്ത നിലപാട്, അവർ നടത്തിയ തട്ടിപ്പ് കൃത്യമായി നമ്മളൊക്കെ പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ടീച്ചർ കാഫിറാണ് എന്നത് വന്നപ്പോൾ അത് പ്രചരിപ്പിച്ചിട്ടുള്ളത് ഇടത് പ്രൊഫൈലാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടി വായിക്കണം. MV ജയരാജൻ പറഞ്ഞതുപോലെ ഇടത് പ്രൊഫൈലാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കള്ള പോരാളി ഷാജിമാർ, എല്ലാ പോരാളി ഷാജിയും അല്ല പറഞ്ഞു, കള്ള പോരാളി ഷാജിമാർ, പിന്നെ ചെങ്കടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജ ഐഡികളും ഇതിൻ്റെ ഇടയിൽ പിന്നെ രാഷ്ട്രീയ എതിരാളികൾ, കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികൾ സകലരും, സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ലീഗും കോൺഗ്രസും എല്ലാവരും ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതിൽ നിന്നുമാണ് വന്നത്. പ്രതിയെ ഇതുവരെ പിടികൂടിയിട്ടില്ല. പ്രതിയെ പിടികൂടുന്നതിന് മുമ്പ് തന്നെ ഇത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാർ കാഫിർ പ്രയോഗം നടത്തി സമുദായത്തിൽ വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എന്ന പുതിയ മുദ്രാവാക്യമായിട്ട് വരികയാണ് മീഡിയ വൺ അടക്കമുള്ള സകല ചാനലുകളും. വർഗീയ പ്രചരണം നടത്തിയതിന് കോടതി അയോഗ്യനാക്കിയ ഷാജി പറയാണ് വർഗീയത ഉണ്ടാക്കുന്നത് CPM ആണ്. ഇല്ലേ? എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. എന്താണ്? സംഘപരിവാർ രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം. അതിലേക്ക് എനിക്ക് തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞ സുധാകരൻ ഇപ്പൊ CPM-നെതിരെ പിന്നെ വാളെടുത്ത് തുള്ളുകയാണ്. അതുകൊണ്ട് ഈ സത്യം ജനങ്ങളെ തിരിച്ചറിയണം. ടീച്ചറെ കാഫറാക്കാൻ വേണ്ടി 3 കള്ളപ്രചരണങ്ങൾ ഈ നാട്ടിൽ വളരെ വ്യക്തമായി നടത്തുകയും അതിനെതിരിൽ പരാതി വരികയും അതിന്റെ ആളുകളെ പിടികൂടുകയും ചെയ്ത ഈ നാട്ടിൽ ടീച്ചർ കാഫിറാണെന്ന് ഇടതുപക്ഷം പ്രചരിപ്പിക്കില്ല. കാരണം മറ്റവർ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി പ്രചരിപ്പിച്ചതിനെ പ്രതിരോധിച്ചവരാണ് ഇടതുപക്ഷം. അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഷാജിയെ പോലുള്ളവരെ ഈ മൗദൂദി ചാനലിനെ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന, അതുകൊണ്ട് പരമാവധി മുസ്ലിങ്ങളെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSകാർ ചെയ്യുന്ന അതേ പരിപാടി തന്നെ. RSS ഹിന്ദുരാഷ്ട്രം പറയുമ്പോൾ മൗദൂദികള് മുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ച് പറയുന്നു. ഈ 2 മതരാഷ്ട്രവാദികളും ഷാജിയെ പോലെയുള്ള വർഗീയത പറഞ്ഞതുകൊണ്ട് MLA സ്ഥാനം പിന്നെ പാതി നഷ്ടപ്പെടേണ്ടി വന്ന അവസ്ഥയുള്ളവര് ഞങ്ങളുടെ നേരെ വിരൽ ചൂണ്ടരുത്, CPM-ന്റെ നേരെ വിരൽ ചൂണ്ടരുത്. കുറ്റവാളികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3ലും പിടിക്കപ്പെട്ടുള്ളത് നിങ്ങളാണ്. പിടിക്കപ്പെടാത്ത ഒരു സംഭവത്തിന്റെ പേരിൽ ഇവിടെ CPM കാഫിറാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരെ ഈ നാട്ടിലെ യഥാർത്ഥ മതേതര വിശ്വാസികൾ തിരിച്ചറിയണം എന്ന് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുകയാണ്. ഈ വർത്തമാന കാലത്ത് ഇത്തരം പ്രയോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.